ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 10 റിയാക്ഷൻ വീഡിയോ ആണ്. ഇന്ന് കാര്യമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗെയിമിൽ തന്നെ ഫസ്റ്റിനെ ഗെയിമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഗെയിം പ്ലേ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഒനേലിൻ്റെ ടീമായിട്ടുള്ള അക്ബറും ഷാനവാസിനാണ് ഫസ്റ്റ് വന്നത്. പിന്നെ അനീഷിൻ്റെ ടീം അനുമോളും അപ്പാനി ശരത്തും ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ പോലെ ഉടായ്പ് കാണിച്ചില്ല. ബട്ട് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ളൊരു ട്വിസ്റ്റ് വെച്ച് ഇന്നത്തെ ഗെയിമിൽ ട്വിസ്റ്റ് വെച്ചാൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കേണ്ട കാര്യം. ഗെയിം ഞാൻ പറഞ്ഞില്ല അല്ലേ, ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തിങ്സ് കൊണ്ടുപോയി വെക്കാൻ അത്ര മാത്രമേ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ലാസ്റ്റാണ് മനസ്സിലായത് ഫ്രിഡ്ജിൻ്റെ എല്ലാം കൊണ്ടുപോയി വെച്ചു. ബട്ട് അത് കൗണ്ട് ചെയ്യുമ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നമ്മൾ യൂഷ്വലി എന്തൊക്കെയാണ് വെക്കുന്നത് ആ ഒരു സംഭവം മാത്രമേ കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും പ്ലാനും സംഭവങ്ങളൊക്കെ പൊളിഞ്ഞ് അങ്ങനെ നമ്മുടെ ഇതില്ലേ ആ റാങ്ക് ഇങ്ങനെ ഫുൾ ഉൾട്ടടിച്ച് ഫൈനലി നമ്മുടെ ഒനേലിൻ്റെ ടീമിനാണ് ഫസ്റ്റ് വന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ മെയിനായിട്ട് സംഭവിച്ച എനിക്ക് ഇന്നത്തെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം, ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്നലത്തെ ഗെയിമിൽ അനുവിൻ്റെയും അപ്പാനി ശരത്തിൻ്റെയും ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു. ആ ഒരു സംഭവം ഇന്ന് നമ്മുടെ അനീഷിന് പറയാൻ ഒരു ചാൻസ് കിട്ടി. അത് 6 പേരിലും ബിഗ് ബോസിന് കംപ്ലയിൻറ്റ് പോയിന്ന് കൂടെ കളിക്കുന്ന ആൾക്കാർ സാറ്റിസ്ഫൈഡ് അല്ല, അതുകൊണ്ട് ടീം ഷഫിൾ ചെയ്യണമെന്ന്. അതുകൊണ്ട് ബിഗ് ബോസ് ടീം ഷഫിൾ ചെയ്യാൻ തീരുമാനിച്ച് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് വന്ന് പറയാൻ പറഞ്ഞു. അതുവരെ നമ്മുടെ താരം അനീഷ് എന്ത് ചെയ്ത് പറഞ്ഞില്ലേ എന്നെ, എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇനി ടീമിന് ഇങ്ങനത്തെ കുഴപ്പങ്ങളുണ്ടെന്നൊന്നും ആൾ പറഞ്ഞില്ലേനും. അതുവരെ പറഞ്ഞുകൊണ്ട് നിന്നിനെ എൻ്റെ തല പോയാലും ഞാൻ ടീം മാറ്റൂല, എനിക്കിത് തന്നെ മതി എന്നേനി പറഞ്ഞത്. നോർമലാണ്, നമ്മളങ്ങനെ പറയുള്ളൂ. നമുക്ക് സ്വയം നമ്മൾ കുഴിക്കൂലല്ലോ. ടീമിലുള്ളപ്പോൾ നമ്മൾ ടീമിൽ ഉള്ള ആൾക്കാരെ നെഗറ്റീവായി പറയുകയാണെങ്കിൽ കമ്മിങ് ഗെയിംസിൽ എന്തായാലും ഇപ്പം തന്നെ ഇങ്ങനെ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇനി വരുന്ന ഗെയിംസിൽ എന്തായാലും ഒരു ഉടായ്പ് കാണിക്കും, സ്വാഭാവികം. അതുകൊണ്ട് അനീഷ് ബുദ്ധിപരമായിട്ട് നമ്മൾ നോർമലി തിങ്ക് ചെയ്യുന്ന പോലെ സപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ബാഡ് ഗെയിം ആണെങ്കിൽ നന്നായി കളിച്ചു എന്ന് തന്നെ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനത്തെ ഒരു ചാൻസ് വന്നപ്പം സരിക കെ ഓൾറെഡി ഇന്നത്തെ ഗെയിം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബിന്നിനോട് കാര്യം പറഞ്ഞു, നിൻ്റെ ഗെയിം സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ള കാര്യം പറഞ്ഞു. ഒരാളെ പോലെ തന്നെ വേറൊരാളാവണമെന്നില്ലല്ലോ, അയാൾ പറഞ്ഞു വിചാരിച്ച് അയാൾ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അങ്ങനെ അനീഷ് എന്തായാലും കാര്യങ്ങളൊന്നും പറയാണ്ട് ഇങ്ങനെ ഒരു ചാൻസ് ബിഗ് ബോസ് വന്നപ്പോൾ എന്തായാലും ടീം ഷഫിൾ ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ, അല്ലാണ്ട് ഇനി വെറുതെ വെച്ചോണമെന്നൊരു കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അനീഷ് പറഞ്ഞ് എനിക്ക് ഈ ടീമിൽ സാറ്റിസ്ഫൈഡ് അല്ല, ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞു. കാരണം ഇന്നലത്തെ ഗെയിമിൽ എനിക്ക് നിങ്ങൾ എല്ലാവരും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവും നമ്മുടെ അപ്പാനി ശരത്തും അനു ചെയ്ത കാര്യം ഭയങ്കരമായിട്ട് അവർ പ്ലാൻ ചെയ്ത പോലെ മനഃപൂർവ്വം ഫേക്കായി കളിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്ത്. ആ സെയിം സംഭവം തന്നെ അനീഷ് പറഞ്ഞു. ബട്ട് ഇന്നത്തെ ഗെയിമിനെ പറ്റിയിട്ട് ആളൊരു കുറ്റം പറഞ്ഞില്ല കേട്ടോ. ഇന്ന് ഗെയിം നന്നായി കളിച്ചെന്ന് തന്നെ പറഞ്ഞത്. അതിൽ കയറി അപ്പാനി പിടിച്ചു, സ്വാഭാവികം, അവിടെയുള്ള ഒരു കണ്ടന്റ് കിട്ടുക. അങ്ങനെ ഞങ്ങൾ അത്ര കളിച്ചില്ലേ, ഞങ്ങൾ ഇത്ര കളിച്ചില്ലേ, അതാക്കിയില്ലേ, ഇതാക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ കളിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവർ സെലക്ട് ചെയ്തത്. അപ്പോൾ അവർ കളിക്കണമല്ലോ നല്ല രീതിയിൽ. ബട്ട് എന്നിട്ട് ഞാൻ ചളിയിൽ കയറി ഇറങ്ങിയില്ലേ, മുറി പറ്റുമോ നോക്കാണ്ട്, അവിടെ പറ്റുമോ ഇവിടെ പറ്റുമോ നോക്കാണ്ട്, എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണത്. ഇങ്ങനെ കാര്യമൊക്കെ മാത്രമുള്ള സംഭവങ്ങളൊന്നും അവിടെ വേറെ ഒന്നുമില്ല, എല്ലാവരും ചളിയിൽ കയറിയിട്ട് തന്നെ ചെയ്യണം. പക്ഷെ അവൾ ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ ഈ നമ്മൾ ബിഗ് ബോസിൻ്റെ റൂള് കീപ്പ് ചെയ്യണം. എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് മാത്രമേ ചളിയിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. അതിന് അവിടെയൊക്കെ ടൈം കളഞ്ഞത് നമുക്ക് ആലോചിക്കുമ്പോൾ എന്താ പോലെ കളിക്കുന്നത്, ഇങ്ങനെ എന്തിനാ ബിഹേവ് ചെയ്യണമെന്ന്, ഇങ്ങനെ പ്ലേ ചെയ്യുന്നത് എന്താണെന്ന് വിചാരിച്ച് അത് ഇവൻ പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടെ നോർമലി ഉള്ള പോലെ അനീഷിനെ ഇട്ട് വട്ടം കൂടി നിങ്ങൾ ഇനി ചെയ്തത് തെറ്റ്, അത് ഞാൻ പറയാൻ പാടില്ല, ഈ നാണം ഉണ്ടോ നിനക്ക്, മറ്റത് അങ്ങനത്തെ കുറച്ച് ക്ലീശ ഡയലോഗൊക്കെ. എന്തായാലും ഇതിപ്പം 2-3 ദിവസം അടുപ്പിച്ച് കാണുമ്പം നമുക്കിതൊക്കെ ഒരു ശീലമായിക്കോളും. അങ്ങനെ ശീലമായതുകൊണ്ട് എനിക്കിതിൽ വലിയ പുത്തരവും തോന്നിയില്ല. അങ്ങനെ എന്തായാലും ഫൈനലി നമ്മുടെ അനീഷിന് കാര്യം പറയലുമായി, അനീഷിനൊരു കണ്ടന്റ് കിട്ടലുമായി, അനീഷിന് നല്ലൊരു ഇമ്പാക്റ്റും ആയി. അതുപോലെ മറ്റൊരു കാര്യം ഇങ്ങനെ എന്താ ചെയ്യുക, കളിക്കുമ്പം അതിനനുസരിച്ച് നല്ല രീതിയിൽ പ്ലേ ചെയ്യണം, അല്ലാണ്ട് ചുമ്മാ കയറിയിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം എന്നിട്ട് ടീമൊക്കെ മാറ്റി, പുതിയ ടീം മാറി. പിന്നെ രണ്ടാമത്തെ ഇന്ന് മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം ഒരിടത്ത് എന്നുള്ള നമ്മളെ ലൈഫ് സ്റ്റോറി പറയാനുള്ളതിൽ ഇന്ന് 3 ആളും ഭയങ്കര ഇമോഷണൽ ആയി, ഭയങ്കര കരഞ്ഞിട്ട്. സരികൻ്റെ ഒക്കെ സ്റ്റോറി കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ, ഫീലായിപ്പോയി. അത് നിവിൻ്റെതാണെങ്കിലും അവൻ്റെയൊക്കെ സ്റ്റോറി അവൻ പറഞ്ഞതാ, നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റേജ് ആണല്ലോ, ഒരു കുട്ടീൻ്റെ ഒരു ഫൗണ്ടേഷൻ സ്റ്റേജ് ആണല്ലോ അവനെ ബിൽഡ് ചെയ്യുന്നത്, ഫ്യൂച്ചറിൽ ക്യാരക്ടറും ഒക്കെ ബിൽഡ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് അവൻ്റെ ആ ഒരു ട്രോമൊക്കെ കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി, ആ സിമ്പതിയാണോ അല്ല, ആ ഒരു വിഷമം തോന്നി. കാരണം ഇത്രയും ഇങ്ങനെ അനുഭവിച്ച് ഈ ഒരു ലെവലിൽ നിന്ന് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്താന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ബട്ട് എന്തായാലും സ്റ്റിൽ നിവിന് മോഷണം എന്നുള്ള ഒരു സംഭവത്തിലൂടെ തന്നെ പോണത് അത് ഒരു നല്ലതല്ല. അതെന്നെ വീണ്ടും പറയാനുള്ളത്, ഒരിക്കലും
അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ബാക്കി വാട്ട് എവർ ഇറ്റ് ഈസ് ചൈൽഡും മറ്റതും ഒക്കെ എന്തായാലും ഈ ഒരു എല്ലാവരും മുമ്പിൽ ഈ ഒരു മെസ്സേജ് പോകണം നല്ലല്ല. പിന്നെ ഇന്നത്തെ മെയിനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഗിസേലും നമ്മുടെ അനുവും തമ്മിലുള്ള ഫൈറ്റ് എനിക്ക് തോന്നി ജിസേലിൻ്റെ ആ ഒരു ലുക്ക് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും തോന്നും ഇവർക്ക് ബാഡ്ജില്ലല്ലോ, പിന്നെ എങ്ങനെ മേക്കപ്പ് യൂസ് ചെയ്യാൻ പറ്റുക, മേക്കപ്പാണല്ലോ എന്താ സംഭവം, മറ്റുള്ള എല്ലാവരും പോലെ തന്നെ അല്ലേ ഇവരും. ബട്ട് അത് ഫൈറ്റായി അനു ജിസേൽ തമ്മിൽ. ബട്ട് ആൾ പറയുന്ന ആളെ കയ്യിൽ ഒന്നുമില്ല, ഫൗണ്ടേഷൻ ഇല്ല, ഒന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് അനു പറയുന്നത് ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആളാണ്, എനിക്കറിയാം അത് മേക്കപ്പാണോ അല്ലേ. എല്ലാ കണ്ടസ്റ്റൻസും അനുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല, കാരണം ലൈവ് കാണുമ്പോൾ അവളിത് യൂസ് ചെയ്യുന്നതും ബിഗ് ബോസ് കാണിക്കുന്നില്ല. അതുപോലെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഓക്കും ബിഗ് ബോസിനും മാത്രമേ അറിയുള്ളൂ, നമുക്കറിയില്ല. യൂസ് ചെയ്യുന്നില്ല എന്നാൾ പറയുന്നു, യൂസ് ചെയ്യുന്നുണ്ട് മറ്റോട് പറയുന്നുണ്ട്, കണ്ടിട്ട് യൂസ് ചെയ്യുന്ന പോലെ എനിക്കും തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രാവശ്യത്തെ പോലെ നമ്മുടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ അനീഷ് കിച്ചണിലായതുകൊണ്ട് കിച്ചണിക്ക് ഇപ്പോൾ നല്ലൊരു അട്രാക്ഷൻ കിട്ടുന്നുണ്ട്. ക്യാമറ ഫോക്കസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം കിച്ചൺ ടീമൊക്കെ തന്നെയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് വേസ്റ്റ് ആയത് കളയട്ടെ എന്ന് ചോദിച്ചതിനൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതുപോലെ കലാഭവൻ സരികൊക്കെ അവൻ്റെ കൂടെ ബാക്കിൽ തന്നെ നല്ലത് എന്തെങ്കിലും കണ്ടന്റ് കിട്ടുമോ നോക്കുമ്പോൾ പള്ളി കിട്ടി അപ്പം തന്നെ പിടിച്ചിട്ട് റിയാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ആരെങ്കിലും ഒരാൾ കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്താലല്ലേ ബാക്കിയുള്ളവർക്ക് കയറി പിടിച്ചിട്ട് അത് വന്നൊരു പ്രമോക്ക് എന്തെങ്കിലും ഒരു വകുപ്പ് ഉണ്ടാക്കണമല്ലോ. അത് അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പിന്നെ ഇന്ന് എനിക്ക് മെയിനായിട്ട് ഇന്നൊരു കാര്യം മനസ്സിലായത്, നമ്മുടെ അക്ബറിൻ്റെ ഒരു ക്യാരക്ടർ എല്ലാവരുടെ ഇടയിലും നിന്നിട്ട് കുറച്ച് ഇങ്ങനെ പറയുമ്പോൾ ഒരു ഭാഗം സപ്പോർട്ട് ചെയ്ത് നിന്ന് കുറച്ച് പൊടിയും അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പറയുമ്പോൾ അത് ശരിയാണ്, നീ ചെയ്തത് ശരിയാണല്ലോ, അങ്ങനെ അവർ ചെയ്യാൻ പാടില്ലല്ലോ, അത് ഇവിടെ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് അവരെ ഒന്നിങ്ങനെ കയറ്റി കൊടുത്ത് വിടുന്നൊരു സ്വഭാവം അക്ബറിൽ നിന്ന് ഇന്ന് ഞാൻ കണ്ടുപിടിച്ച്. എനിക്ക് അങ്ങനെ തോന്നിയത്. പിന്നെ അതുപോലെ ബിന്നിൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി എന്ന് പറയുകയാണെങ്കിൽ ഗെയിം സ്ട്രാറ്റജി അല്ല, അവൾ ഗെയിം മറ്റവൾക്ക് വേണ്ടി കളിക്കുന്നത് ഒരു നമുക്ക് തോന്നൂലേ കളിക്കണം ജയിക്കണം അങ്ങനെയൊന്നുമല്ല, എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ലോ വേറൊക്കെ വേണ്ടിയിട്ടല്ല, അപ്പോൾ എത്രയൊക്കെ കളിച്ചാൽ മതി ഒരു ആറ്റിറ്റ്യൂഡിലാണ്. സെയിം നമ്മുടെ അപ്പാനിനും അനുമോളും പോലെ ഈ ബാക്കിയുള്ള ഗെയിം കളിക്കുന്ന നമ്മുടെ ഫസ്റ്റ് വന്ന ഓനയിലെ ടീമായിട്ടുള്ള അക്ബറും ഷാനവാസും അതുപോലെ നമ്മുടെ ആര്യനും ജിസേലും അഭിലാഷും അവരൊക്കെ നല്ല രീതിയിൽ തന്നെ പേഴ്സണലി എടുത്തിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചു കൊടുക്കുന്നുണ്ട്. ബട്ട് മറ്റ് ബിന്നിയൊക്കെ ആണെങ്കിൽ എന്തോ വലിയ താല്പര്യമില്ലാത്ത അങ്ങനെ. കാരണം ഇന്നലത്തെ ഗെയിമിൽ ആൾ പറഞ്ഞ ഞാൻ ഇറങ്ങണോ, എനിക്ക് വേറെ ഡ്രസ്സില്ല, നീ കളിക്കൂലേ, അങ്ങനെ ഒരു ബാക്കോട്ട് നിന്ന പോലെ. കാരണം ബാക്കിയുള്ള എല്ലാവർക്കും ഡ്രസ്സില്ല, എന്നിട്ട് അവർ ഡ്രസ്സില്ല എന്ന് ആലോചിച്ച് നിന്നില്ലല്ലോ. സ്വന്തം വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് ഡ്രസ്സില്ല ഇറങ്ങണോ നോക്കി നിൽക്കൂലല്ലോ. അപ്പം അത് അത്ര കാര്യമാക്കി എടുക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ആറ്റിറ്റ്യൂഡിനെ എനിക്ക് ഫീലിംഗ് പുച്ഛം അങ്ങനെ ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ആറ്റിറ്റ്യൂഡ് എന്ന് തോന്നുന്നുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ബിഗ് ബോസിൽ നടന്നത്. കാര്യമായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും നടന്നില്ല, ഇത്ര തന്നെ. ഇനി കമ്മിങ് എപ്പിസോഡിൽ എന്താവും എങ്ങനെയാവും, ആരൊക്കെ പോവും പുറത്ത് പോവും, ആരൊക്കെ ഇനി പുതിയതായിട്ട് വരും ഒന്നും അറിയില്ല. എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയേ ഉള്ളൂ കാര്യമായിട്ട് നടന്ന കാര്യങ്ങൾ. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞില്ല, ഏകദേശം മെയിനായിട്ടുള്ള സംഭവങ്ങൾ ഇത്രേ നടന്നുള്ളൂ. ഇനി നാളത്തെ എന്താവുന്നു നാളെ വാച്ച് ചെയ്തിട്ട് നാളെ പറയാം. വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട. ഓക്കെ, ഇനി നാളെ വീഡിയോ കണ്ടിട്ട് ഞാൻ നാളത്തെ അഭിപ്രായം നാളെ പറയാം. അപ്പം ടാറ്റാ, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.